കോപ്പ അമേരിക്ക മത്സരം ഇപ്പോൾ വൈകുകയാണ്, ഫൈനലാണ് വൈകുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? അതെ, തീർച്ചയായും ഈ ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് അനിശ്ചിതമായി വൈകുന്നത്. ഇന്ത്യൻ സമയം 5:30 മണിക്കാണ് കോപ്പ അമേരിക്കയിലെ കലാശ പോരാട്ടം നടക്കേണ്ടിയിരുന്നത്. എന്നാൽ 5:30 മണിക്ക് ഈ ഫൈനൽ മത്സരം ആരംഭിക്കാൻ കഴിഞ്ഞില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഫുട്ബോൾ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് തള്ളിക്കയറിയതാണ് ഈ മത്സരത്തിന് പ്രതിസന്ധിയായത്. അതായത് ഈ മത്സരം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആയിരക്കണക്കിന് ഫുട്ബോൾ ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്ത് എത്തിയിരുന്നു. എന്നാൽ ഇതിൽ പലരുടെയും കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ഈ ടിക്കറ്റ് ഇല്ലാത്ത ആരാധകർ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. അത് വലിയ തോതിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കടക്കുന്നൊരു സാഹചര്യമുണ്ടായി. മത്സരം തുടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് സംഘർഷം മാറുകയും ചെയ്തു. തുടക്കത്തിൽ 20ഓളം പേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ അതിന് പിന്നാലെ ഈ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ ഈ താരങ്ങളെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. ഈ സുരക്ഷാ കാരണങ്ങളാൽ മത്സരം വൈകുകയാണ്. 5:30 ആരംഭിക്കേണ്ടിയിരുന്ന മത്സരം 6 മണിക്ക്, ഇന്ത്യൻ സമയം 6 മണിക്ക് ആരംഭിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. അതേസമയം 6 മണിക്ക് മത്സരം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എപ്പോൾ മത്സരം ആരംഭിക്കും എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു സമയം ഇതുവരെ അധികൃതർ അറിയിച്ചിട്ടില്ല. അതേസമയം അധികം വൈകാതെ തന്നെ ഈ മത്സരം ആരംഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടുതൽ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിഗണിച്ചാണ്. ഇപ്പോൾ അവിടുത്തെ സംഘർഷത്തിനൊക്കെ അയവ് വന്നിട്ടുണ്ട്. പക്ഷേ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മത്സരം ഇങ്ങനെ വൈകുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മത്സരം ആരംഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അർജന്റീനയും കൊളംബിയയും തമ്മിലുള്ള കോപ്പ അമേരിക്ക ഫൈനൽ വൈകുന്നു എന്നുള്ളതാണ്.